മീര ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കാം, കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട്. ഞാനിവിടെ ക്യാരറ്റ്, പച്ചമുളക്, സവാള, മത്തൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസായിട്ട്. പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, പരിപ്പ്, മല്ലിയില, കറിവേപ്പില. കുക്കറിനകത്ത് കഴുകി വെച്ച സാമ്പാർ പരിപ്പും ഒരു സവാളയും കട്ട് ചെയ്ത് ഇട്ട് വേവിക്കാം. ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വേവിക്കാം. ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലോട്ട് വയ്ക്കാം. കുക്കറിൻ്റെ അടപ്പ് അടയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്ത് ഒഴിക്കും, അല്ലെങ്കിൽ പരിപ്പ് പൊങ്ങി നമ്മളെ കുക്കറിൻ്റെ അത് പൊങ്ങിക്കളയും, കുക്കറിൻ്റെ പുറത്തുകൂടി കൂടി തന്നെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങത്തില്ല. വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഈ വെജിറ്റബിൾസ് എല്ലാം വേവിച്ച പരിപ്പിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതിനാവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ അളവ് പറയുന്നില്ല, ആവശ്യമായി നമുക്കറിയാമല്ലോ. എൻ്റെ വീട്ടിൽ 5 പേരാണുള്ളത്, അതിനാവശ്യമായിട്ടുള്ള സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ വീട്ടിൻ്റെ ആവശ്യമുള്ള ഇത് ഇടുക. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് ഇളക്കുക. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന പുളി, അതിനെ നല്ലപോലെ പിഴിഞ്ഞിട്ട് കുറച്ച് പുളി ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ 3 തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി. അതും നല്ലതുപോലെ ഇളക്കി ഗ്യാസ് സ്റ്റൗവിലോട്ട് വയ്ക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സാമ്പാർ തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു വിസിൽ കേട്ടാൽ മതി. സാമ്പാർ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കായപ്പൊടി ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം താളിക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക്, കടുക്, പിന്നെ ഒരു 1/2 സ്പൂൺ ഉലുവ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ഉലുവ പൊടിച്ചത് ചേർക്കാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ശകലം നല്ല ജീരകവും കൂടി ഇടുക. അതിനുശേഷം കറിവേപ്പിലയും ഇട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ അതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.